പത്തനംതിട്ടയിലെ അഭയകേന്ദ്രത്തിൽ കുട്ടികളെ മർദ്ദിച്ച കേസിൽ 3 പ്രതികൾ അറസ്റ്റിൽ. റജി, ബെന്നി, സിജോ എന്നിവരാണ് അറസ്റ്റിലായത്. ഷിജോ കുര്യൻ ചേരുകയാണ്. ഷിജോ, മനസാക്ഷിയെ മരവിപ്പിക്കുന്ന നിലയിൽ ഒരു ആക്രമണമാണ് ഉണ്ടായത്. അങ്ങനെ ഒരു വാർത്തയായിരുന്നു വന്നത്. അതിലിപ്പോൾ ആ പ്രതികളിലേക്ക് എത്തിയിട്ടുണ്ടല്ലേ? അത് 3 പ്രതികളെയും ഇലവന്തിട്ട പോലീസ് പിടികൂടി എന്നുള്ളതാണ് ഈ സമയത്ത് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. കട്ടപ്പന പോലീസും ഇലവന്തിട്ട പോലീസും അഗതി മന്ദിരത്തിലെ ബാലപീഡനത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാരായിരുന്ന റെജി, ബെന്നി, സിജോ ഈ 3 പേരെയും പ്രതി ചേർത്തുകൊണ്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നു. കുട്ടികളുടെ പരാതിയിൽ ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ, ജുവനൈൽ ജസ്റ്റിസ് അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഈ പ്രതികൾ ഒളിവിൽ പോയത്. ഒളിവിൽ പോയ പ്രതികൾ കഴിഞ്ഞ 4 ദിവസമായിട്ട് ഒളിവിൽ തുടരുകയായിരുന്നു. ഇന്ന് പ്രതികളെ ഒളിവിൽ തുടരുകയാണ് എന്നുള്ള വാർത്ത രാവിലെ 24 നൽകിയിരുന്നു. അത് മാത്രമല്ല, പോലീസിനെ പിടികൂടാൻ കഴിഞ്ഞില്ല എന്നുള്ള വാർത്തയടക്കം നമ്മൾ നൽകിയതാണ്. അതിന് പിന്നാലെയാണ് പോലീസ് ഊർജിതമായിട്ടുള്ള അന്വേഷണം നടത്തിയത്. പത്തനംതിട്ടയുടെ ഒരു രഹസ്യ കേന്ദ്രത്തിൽ നിന്ന് ഈ പ്രതികളെ പിടികൂടി എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. അല്പസമയത്തിനകം ഈ 3 പ്രതികളെയും ഇലവന്തിട്ട പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കും. ഇന്ന് രാവിലെ 11:30 ഈ എലോഹീം വർഷിപ്പ് സെന്ററിന്റെ നടത്തിപ്പുകാരനായിരുന്ന ബിനു വാഴമുട്ടം പാസ്റ്റർ ഒരു വാർത്താ സമ്മേളനം വിളിക്കുമെന്നൊക്കെ അറിയിച്ചിരുന്നതാണ്. എന്നാൽ CPM-ന്റെയും BJP-യുടെയും ഒക്കെ പ്രതിഷേധ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് വാർത്താ സമ്മേളനം തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് തന്നെ പത്തനംതിട്ട പ്രസ് ക്ലബ്ബ് ഭാരവാഹികളെ വാർത്താസമ്മേളനം നടത്തുന്നില്ല എന്ന് പറഞ്ഞ് അറിയിക്കുകയായിരുന്നു. എന്തായാലും അതിന് പിന്നാലെ ഈ പ്രതി ചേർക്കപ്പെട്ട 3 പ്രതികളെയും പോലീസ് പിടികൂടിയിരിക്കുന്നു. ഇനി ഇതിനകത്ത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ ആരെങ്കിലും ഒക്കെ ഉൾപ്പെട്ടിട്ടുണ്ടോ, അവരുടെ ഇടപെടൽ ഇതിനകത്ത് ഇനി എന്താണ്, ഈ ബിനു പാസ്റ്റർ വാഴമുട്ടം എന്ന് പറയുന്ന ആൾ ഇതിനകത്ത് ഏതൊക്കെ രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, കുട്ടികളെ എന്തിനാണ് മർദ്ദിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. എന്തായാലും 3 പ്രതികൾ പിടിയിലായി എന്നുള്ളതാണ് ഈ സമയത്ത് പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. എന്തായാലും ഈ 3 പ്രതികളുമായിട്ട് ഇലവന്തിട്ട പോലീസ് സ്റ്റേഷനിലേക്ക് ഇപ്പോൾ യാത്ര തിരിച്ചിട്ടുണ്ട്. ഷിജോ പറഞ്ഞതുപോലെ തന്നെ ഈ മർദ്ദനം അതെന്തിനായിരുന്നു എന്നതടക്കം ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം ഇനിയും വരേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ 3 പേർക്ക് പുറമെ മറ്റുള്ളവരുടെ ഇടപെടൽ അത് പോലീസ് സംശയിക്കുന്നുണ്ടോ? ആ നിലയിലുള്ള അന്വേഷണം എങ്ങനെയാണ്? ഈ 3 പേരെ കേന്ദ്രീകരിച്ചുള്ള ചോദ്യം ചെയ്യൽ, അതിനുശേഷം കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ അവരിലേക്ക് എത്തുക എന്നുള്ളതാണോ ഇപ്പോൾ പോലീസ് ഉദ്ദേശിക്കുന്നത്? അതെ അസിത, അങ്ങനെ തന്നെയാണ്. അതായത് ഇപ്പോൾ പിടിയിലായിട്ടുള്ള 3 ആളുകളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക. അവർ എന്തിനാ ഇത് ചെയ്തു, ഇവരെ കൂടാതെ മറ്റാരെങ്കിലും ഈ കുട്ടികളെ ഉപദ്രവിച്ചിട്ടുണ്ടോ എന്ന കാര്യങ്ങൾ കൂടി അറിയണം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇക്കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് ഈ പറയുന്ന കട്ടപ്പന, ഇടുക്കി, അണക്കര സ്വദേശിയായിട്ടുള്ള ഒരു 17 വയസ്സുകാരൻ, കോട്ടയം എരുമേലി സ്വദേശിയായിട്ടുള്ള ഒരു 17 വയസ്സുകാരൻ, ഈ 2 കുട്ടികളുടെയും പരാതിയിലാണ് നിലവിൽ കട്ടപ്പന, ഇലവന്തിട്ട പോലീസ് സ്റ്റേഷനുകളിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസുകൾക്കകത്ത് ഈ കുട്ടികൾ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ കൈകാലുകളിൽ ചൂരൽ കൊണ്ട് അതിക്രൂരമായിട്ട് അടിക്കുക, അതോടൊപ്പം തന്നെ പുറത്ത് അടിക്കുക, പെപ്പർ സ്പ്രേ ഉപയോഗിക്കുക, പഴകിയ ഭക്ഷണം കൊടുക്കുക, അങ്ങനെ തുടങ്ങി അതിഗുരുതരമായിട്ടുള്ള ക്രൂരമായിട്ടുള്ള ചെയ്യൽ ഈ എലോഹീം വർഷിപ്പ് സെന്ററിന് കീഴിലുള്ള സ്നേഹത്തണലിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കും. നിലവിൽ എന്തായാലും ഈ പ്രതി ചേർക്കപ്പെട്ട 3 പ്രതികൾക്കപ്പുറത്തേക്ക് മറ്റാരെങ്കിലും ഒക്കെ ഉണ്ടോ, ഈ കുട്ടികളെ ഏത് സാഹചര്യത്തിലാണ് കൊണ്ടുവന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതിനും അപ്പുറത്തേക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, നിലവിൽ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ ഇത് സംബന്ധിച്ചുകൊണ്ട് സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തണമെന്ന് നിർദ്ദേശം നൽകി വനിതാ ശിശു വികസന വകുപ്പ് ഡയറക്ടറെ ചുമതലപ്പെടുത്തിയിരുന്നു. അവരുടെ അന്വേഷണം കൂടി നടക്കുന്നതിനിടയിലേക്കാണ് ഈ പ്രതികളെ, ഈ 3 പേരെയും പ്രതി ചേർത്ത് പോലീസ് കേസെടുത്തത്. അതിനുശേഷം ഈ പ്രതികൾ ഒളിവിൽ പോയി. 4 ദിവസത്തിനപ്പുറത്തേക്ക് ഈ 3 പ്രതികളെയും പത്തനംതിട്ട, ഇലവന്തിട്ട പോലീസ് പിടികൂടി ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിനകത്ത് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അന്വേഷിക്കണം. ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനം എങ്ങനെയാണ്, ഇവർ ആളുകളെ അവിടേക്ക് എങ്ങനെയാണ് കൊണ്ടുവരുന്നത്, അത് മാത്രമല്ല ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ അടുത്ത കാലത്തായിട്ട് 3 പേരാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. പ്രതികളുമായി പോലീസ് എത്തുന്ന ദൃശ്യങ്ങളാണ് അല്പം മുമ്പ് പ്രേക്ഷകർ കണ്ടത്. വലിയ പ്രതിഷേധമൊക്കെ എല്ലാ കോണുകളിൽ നിന്നും ഉയർന്ന വിഷയമാണ്. അഭയകേന്ദ്രത്തിൽ കുഞ്ഞുങ്ങളെ മർദ്ദിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.